പ്രിയമുള്ളവരെ, ആര്യാണേ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നല്ല കല്ലപ്പവും തേങ്ങാപ്പാൽ ഒഴിച്ചൊരു ചിക്കൻ കറി ആയാലോ. അതും എന്നും ഞാനല്ലേ കുക്കിങ്ങിൽ വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ കൈ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആവാം അല്ലേ. എന്നാ വാ നമുക്ക് കണ്ടു നോക്കാം. കൊച്ചിക്കാരിയെ ഞാൻ എന്നുള്ളത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് മുക്കത്തിന്റെ സ്വന്തം റിൻസീസ് കിച്ചനോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിൻസീസ് കിച്ചന്റെ കൈപ്പുണ്യവും സംഭവങ്ങളും ഒക്കെ. അപ്പൊ അത് ഞാൻ കഴിച്ച് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടി നിങ്ങളോടൊപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറിയും പാലപ്പവും കള്ളപ്പൂ ആസ്വദിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. കല്ലപ്പം എന്ന് പറയും നമ്മള്, കല്ലപ്പം അതാണ് സംഭവം. കല്ലപ്പം അപ്പൊ അതാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ചേച്ചി തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ നമ്മളിതാ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ 5 സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കറിയുടെ കൊഴുപ്പിനനുസരിച്ച്, എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മുടെ സവോള യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ്. പിന്നെ അത് ഒരു ചിക്കൻ മസാല, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ 1-ാം പാല് 2-ാം പാല്, കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, ഉപ്പ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ്, നമ്മുടെ അപ്പം, നൂൽപുട്ട്, അതിനൊക്കെയാണ് ഏറ്റവും നല്ലത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. തലേ ദിവസം തന്നെ നമ്മളിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് പാലെടുക്കുക, പിന്നെ സവോള ഒന്ന് വഴിച്ചാൽ കറി റെഡി. എങ്ങനെയാണെന്ന് നോക്കാം. വായോ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതൊക്കെ കൈക്കണക്കാണ് കേട്ടോ, നമ്മൾ സ്പൂണൊന്നും എടുക്കുന്നില്ല. ഇതാ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഞെരടി ഇട്ടാൽ വേഗം ആകുമെന്നൊക്കെ പറയും കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഈ സവോള ഒന്ന് വഴരുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഉപ്പ് നമ്മൾ നോക്കിയിട്ടിടണം, കാരണം നമ്മുടെ ചിക്കനിൽ ഉപ്പുണ്ട് കേട്ടോ. മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ് മതി. അത് വഴന്നോട്ടെ. ആ സമയത്ത് നമുക്ക് അപ്പം ചൂടാം. ഇതിന് ഉള്ളിയും ചെറുജീരകമാണ് അതിന്റെ കല്ലപ്പം ചുടാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. കല്ലപ്പമാണോ കള്ളപ്പമാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇതുപോലെ ഒഴിച്ചിട്ട് അധികം പരത്തണ്ട, അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊന്ന് മൂടി വെക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നമ്മുടെ നാടൻ കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാത്ത എന്താണെന്ന് പറയുമോ, പെട്ടെന്ന് അടുക്കി പിടിക്കും. പിന്നെ ഈ സവോള ഇങ്ങനെ ഓടി നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാത്തത്. ഇപ്പം നമ്മൾ 2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് മതി. എരിവിനുള്ള പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പാകത്തിന്, നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളക് ചതച്ചത് ചേർക്കണേ. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ പച്ചമുളക്, ചെറിയ സ്പൂണിൽ 2 സ്പൂൺ. ഈ സമയത്ത് തന്നെ നമ്മൾ മീഡിയം സൈസ് 4 തക്കാളിയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൂടെ ഇനി ഇതുണ്ടല്ലോ നല്ല പോലെ ഒന്ന് വഴന്ന് തക്കാളി വേകണം കേട്ടോ. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വഴന്നാലേ നമ്മുടെ തേങ്ങാപ്പാൽ കൊഴിക്കുമ്പോഴത്തേനും അതുമായിട്ട് ഇതങ്ങോട്ട് ലയിച്ച് ചേരുമ്പോൾ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഗരം മസാല ഉണ്ട്, 1/2 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, 1/4 സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്, ചിക്കൻ മസാല 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്നത് 2-ാം പാലാണ് കേട്ടോ. ഇത് 2 തേങ്ങയുടെ 2-ാം പാലാണ്. നമ്മൾ 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
കറി എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ സെറ്റ് ചെയ്യണേ. അപ്പം ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിതാ ഇത്രയും വെള്ളം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് നല്ലപോലെ തിളച്ചിട്ട് ചിക്കൻ കഷ്ണങ്ങൾ പെറുക്കിയിടണം. ഉപ്പ് നോക്കണം. തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇടുക കേട്ടോ. ഇങ്ങനെ എല്ലാവരും അനുകരിക്കരുത്, തെറിച്ച് മുഖത്ത് പോവും. പതിയെ കോരിയിട്ടാൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പണിയില്ല കേട്ടോ. ഇത് മൂടി വെച്ച് ഈ ചിക്കനും നമ്മുടെ ഈ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. പൊരിച്ച കോഴി ആണെങ്കിൽ പോലും തവിയിട്ട് എപ്പോഴും ഇളക്കി ഇതാക്കണ്ട. അതവിടെ ഇരുന്നൊന്ന് സെറ്റായി ഒന്ന് ഇതുമായിട്ടൊന്ന് റെഡി ആവട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ? എന്തായെന്ന് നോക്കാം. എന്താ കോഴിന്റെ മണം കണ്ടോ? ഇനി നമ്മള് ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. കറി റെഡിയാണ്. പൊരിച്ച കോഴി ആയതുകൊണ്ട് തന്നെ ഇത്രയും പരിപാടിയുള്ളൂ. വളരെ ഈസി ആയിട്ടുണ്ടാകും. ഇനി ഒന്നാം പാലും കൂടെ ഒഴിക്കണം. ഒരു ലേശം ഉപ്പും കൂടെ വേണം. ഒന്നാം പാൽ ഒഴിക്കാനുണ്ട്. പിന്നെ ഒരു വറവും കൂടെ ഇടാനുണ്ട്. അത്ര ഉള്ളു പരിപാടി. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇതാ ചുറ്റിച്ചിങ്ങനെ അങ്ങ് ഒഴിച്ചേക്കണം. തീയൊക്കെ അങ്ങ് കുറച്ചേക്കണം. നമ്മൾ അറിയാലോ, ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കത്തില്ല കേട്ടോ. ചൂടാവത്തേ ഉള്ളൂ. ചൂടായാൽ നമുക്ക് പതിയെ ഇതിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഇടാവേ. ഇതാന്ന് നോക്കി. ഈ സമയത്ത് ഇച്ചിരി മല്ലിച്ചപ്പും കൂടി ഒന്നിട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊരു വറവും കൂടെ ഉള്ളൂ കേട്ടോ. നികത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ റിൻസിസ് കിച്ചന്റെ റിൻസിയുടെ ഫേമസ് ചിക്കൻ കറിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് കൊറേ നേരം കൊതിപ്പിച്ചോണ്ടിരിക്കണേ. എന്താ പോരായ്മ? എല്ലാം ഉണ്ട്. ഉണ്ട്. എരിവുണ്ട്, ഉപ്പുണ്ട്, ചെറിയൊരു പുളിയുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ? നല്ല ടേസ്റ്റ്. എന്തെങ്കിലും ഇനി ചേരാനുണ്ടോ? ഒന്നുമില്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന 2 പേരെന്ന് പറയുന്നത് പാചകത്തിൽ ഒരുപാട്, സത്യം പറഞ്ഞാൽ ചേച്ചിയും ഒരുപാട് പേർക്ക് ഫുഡ് ഉണ്ടാക്കും അല്ലെ. ഈ ചേച്ചിയും കാറ്ററിംഗ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർ 2 പേരും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത്രക്കും ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് എന്തായാലും ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ ചെറിയൊരു പാചകക്കാരിയാണ്. അപ്പൊ എന്റേത് എങ്ങനെയെന്ന് പറയണ്ടേ? അപ്പൊ ഞാൻ നോക്കിട്ട് പറയാം കേട്ടോ. ഒരു വറവും കൂടെ ഇടാനുണ്ട്. ഇട്ടോ എല്ലാം വേറൊരു പാൻ എടുപ്പ് വെച്ചിട്ട് കേട്ടോ. നമ്മള് കടുക് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 8-10 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. ഇതിൻ്റെ ഒന്നും ഇല്ല, എന്നാലും ഇതൊന്നായിക്കോട്ടെ. ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. അതുകൂടാതെ ഒരു കിഴങ്ങ് നല്ല പോലെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെയാണ് നമ്മളൊന്ന് വറക്കുന്നത് കേട്ടോ. നമ്മൾ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സ്മെല്ലൊക്കെ വരാൻ വേണ്ടി ഒരു ലേശം ഗരം മസാല. ഇനി ഇത് സ്റ്റൗവൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. നമ്മുടെ കറിയിലോട്ട് മറിക്കുക. കണ്ടോ? ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇനി ഇതേ ഒന്നും ചെയ്യാതെ 2 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇതവിടെ ഒന്ന് ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കി ടേസ്റ്റ് നോക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര പേരുണ്ടെന്ന് നോക്കി. എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് ടേസ്റ്റ് നോക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് എത്ര പേരെ കിട്ടും. ഇത് ശരിക്കും തണുക്കുന്നു ഇല്ല. ഊതി ടേസ്റ്റ് നോക്കരുതെന്നാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ കൈപ്പ് കൊള്ളും. എത്ര കൈ വന്നു? അടിപൊളി. ഇല്ല സൂപ്പർ. എല്ലാം കറക്റ്റാ. കറക്റ്റായി. എല്ലാം ഉണ്ടോ? സൂപ്പറായിട്ടുണ്ട്.
എന്നാ ഈ പ്ലേറ്റിലേക്ക് രണ്ടെണ്ണം വെച്ചോ, വേഗം വെച്ചോ. പ്രിൻസസ് കിച്ചന്റെ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി, നല്ല കള്ളപ്പം കൂടി ഞാൻ കഴിക്കാൻ പോയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഒക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. രക്ഷിത, അടിപൊളി, സൂപ്പർ.